ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് VHSC ഇംഗ്ലീഷിൻ്റെ ഒരു മൊഡ്യൂൾ 1ൻ്റെ റിവിഷനാണ്. അപ്പോൾ ആദ്യം മൊഡ്യൂൾ 1ൽ വരുന്നത് ബാറ്റർ മൈ ഹാർട്ടാണ്. ബാറ്റർ മൈ ഹാർട്ട് 3% ഗോഡ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം വരുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഹോളി സോണറ്റ്. ദെൻ ഇത് എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷ് പോയിറ്റ് ജോൺ ഡൺ ആണ്. പാർട്ട് ഓഫ് ലാർജർ സീരീസ് പോംസ് കോൾഡ് ഹോളി സോണറ്റ്സ് കംപ്രൈസിങ് 19 പോയംസ് ഇൻ ടോട്ടൽ. ഈ ഹോളി സോണറ്റിൽ 19 പോയംസ് ആകെയുണ്ട്. അതിൻ്റെ ഒരു പാർട്ടാണ് ഈ ബാറ്റർ മൈ ഹാർട്ട് എന്ന് പറയുന്നത്. റിട്ടൺ ഇൻ ദ ഇറ്റാലിയൻ ഓർ പെട്രാർക്കിൻ സോണറ്റ് ഫോം വിത്തിൻ എ സ്ലൈറ്റ് ചേഞ്ച് ഇൻ ദ റിതം റൈം സ്കീം. ഇതിൽ വരുന്ന റൈം സ്കീം എ ബി ബി എ ബി ബി എ സി ഡി സി ഡി ഇ ഇ. അതാണ് ഇത് 1633 പബ്ലിഷ് ചെയ്തത്. പ്രിൻറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ പോംസ് ഇൻ 1633. ദെൻ നെക്സ്റ്റ് പോം വരുന്ന ദ കാനോണൈസേഷൻ ഓൾസോ റിട്ടൺ ബൈ ജോൺ ഡൺ, ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1633. ഇതിൽ 5 സ്റ്റാൻസാസ് വരുന്നുണ്ട്. റൈം പാറ്റേൺ വരുന്ന എ ബി ബി എ സി 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 എ എ എന്നാണ്. Alternating as the poet saw fit from stanza to stanza. It is addressed to one friend from another, but concerns itself with the complexities of romantic love. The speaker presents love as so all-consuming that lovers forgo other pursuits to spend time together. New critic Clarence Brooks used the poem along with Alexander Pope's An Essay on Man and William Wordsworth composed upon Westminster's Bridge, September 3, 1802, to illustrate his argument for paradox as the central to poetry. Then next poem വരുന്നത് The Lycidas. Lycidas ആണ്. Lycidas written by John Milton, written in 1637. It is a pastoral elegy. It first appeared in a 1638 collection of elegies, Gesta Eduardo King Naufrago, dedicated to the memory of Edward King. എഡ്വേർഡ് കിങ്ങിൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ മിൽട്ടൻ്റെ ഫ്രണ്ടായിരുന്നു എഡ്വേർഡ് കിങ്, ഹു ഡ്രോൺ വെൻ ഹിസ് ഷിപ്പ് സാങ്ക് ഇൻ ദ ഐറിഷ് സീ ഓഫ് ദ കോസ്റ്റ് ഓഫ് വെയിൽസ് ഇൻ ഓഗസ്റ്റ് 1637. ദെൻ ഇൻ 193 ലൈൻസ് ആണ് ഇതിലുള്ളത്. ഇറഗുലർലി റൈംഡ് ആണിത്. ദെൻ 6 സെഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മിൽട്ടൺ റീപബ്ലിഷ് ദ പോം ഇൻ 1645. ദ മീറ്റർ ഓഫ് ലിസിഡാസ് ഷട്ടിൽസ് ബാക്ക് ആൻഡ് ഫോർത്ത് വെനെവർ ഇറ്റ് വാണ്ട്സ് ബിറ്റ്വീൻ അയാംബിക് പെൻറ്റാമീറ്റർ ആൻഡ് ട്രൈമീറ്റർ. ദെൻ നെക്സ്റ്റ് പോം വരുന്നത് പാരഡൈസ് ലോസ്റ്റ് ബുക്ക് 9. പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലാങ്ക് വേഴ്സിൽ എഴുതിയിട്ടുള്ള എപ്പിക് പോമാണ്. എഴുതിയിട്ടുള്ളത് ജോൺ മിൽട്ടൺ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് വേർഷൻ 1667 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വേർഷനിൽ 10 ബുക്സാണ് ഉണ്ടായിരുന്നത്. അതുപോലെ അതിൽ 10,000 ലൈൻസും ഉണ്ടായിരുന്നു. ദെൻ സെക്കൻഡ് എഡിഷൻ 1674 വരുന്നത്. അതിൽ 12 ബുക്സ് ഉണ്ട്. ഇൻ ദ മാനർ ഓഫ് Virgil's Aeneid with minor revisions throughout. The poem concerns the biblical story of the fall of man and the temptation of Adam and Eve by the fallen angel Satan and their expulsion from the Garden of Eden. Then, with Raphael's departure for heaven, the story no longer consists of conversation between heavenly beings and humankind. Milton explains that he must now turn to Adam and Eve's actual act of disobedience. Then Fleckner's full title, Fleckner or a satire upon the true blue Protestant poet T.S. It's a work's more heroic satire. It is a direct attack on Thomas Shadwell, another prominent poet of the time. ഇതിൻ്റെ ഓപ്പണിംഗ് ലൈൻസ് വരുന്നത് all human things are subject to decay and when fate summons monarchs must obey. Written about 1678, 218 lines of rhyming couplets in iambic pentameter like Dante's Inferno. The poem has numerous references to Dryden's contemporaries. The titular Fleckner was named after a recently deceased Irish poet named Richard Fleckner. Then next വരുന്നത് 12th Night. ഷേക്സ്പിയറിൻ്റെ പ്ലേ ആണ് 12th Night ഫുൾ അല്ലെങ്കിൽ വാട്ട് യു വിൽ. 12th Night or വാട്ട് യു വിൽ വില്യം ഷേക്സ്പിയർ ആണ് എഴുതിയിട്ടുള്ളത്. ഇറ്റ്സ് എ റൊമാൻറ്റിക് കോമഡി ബിലീവ് ടു ഹാവ് ബീൻ റിട്ടൺ അറൌണ്ട് 1601 to 1602 as a 12th night entertainment for the close of Christmas season.
The play centers on the twins Viola and Sebastian, who are separated in a shipwreck. Illyria, the exotic setting of the 12th night, is important to the play's romantic atmosphere. The first documented public performance was on 2 February 1602 at Candlemas, the formal end of the Christmas day in the year's calendar. 5 acts ഉണ്ട് ഇതിന്. ഇതിലെ ക്യാരക്ടേഴ്സ് വരുന്നത് ഓസിനോ, ദ ഡ്യൂക്ക് ഓഫ് ഇല്ലീറിയ ആൻഡ് ഇറ്റ്സ് റൂളർ, ദെൻ വയോള ഓർ സിസാരിയോ, ലേഡി ഒലിവിയ, സെബാസ്റ്റ്യൻ, ദെൻ ആൻറ്റോണിയോ, സർ ടോബി വെൽച്ച്, സർ ആൻഡ്രൂ അബ്ജക്, ദെൻ മാൽവോലിയോ, മരിയ, ഫെസ്റ്റി, ഫാബിയൻ, വാലന്റൈൻ ആൻഡ് ക്യൂരിയോ, എ സീ ക്യാപ്റ്റൻ. ഇതാണ് ഇതിലെ ക്യാരക്ടേഴ്സ് വരുന്നത്. ദെൻ ഹാംലെറ്റ്, ദ ട്രാജഡി ഓഫ് ഹാംലെറ്റ്, പ്രിൻസ് ഓഫ് ഡെൻമാർക്ക്. വില്യം ഷേക്സ്പിയറിൻ്റെ പ്ലേ തന്നെയാണ് ഹാംലെറ്റ്. ഷേക്സ്പിയറിൻ്റെ ലോങ്ങസ്റ്റ് പ്ലേ ആണ് ഇതിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്ലേ ആണിത്. ഇതിൽ വരുന്നത് എന്താണ്, എത്ര വേർഡ്സ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു എക്സാക്റ്റ് അല്ലാന്ന് തോന്നുന്നു, എന്നാലും 29,551 വേർഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. Then set in Denmark, the play depicts Prince Hamlet and his attempt to exact revenge against his uncle Claudius, who has murdered Hamlet's father in order to seize his throne and marry Hamlet's mother. ഷേക്സ്പീരിയൻ ട്രാജഡിയാണിത്. ഇതിൽ 5 ആക്ട്സ് വരുന്നുണ്ട്. ഇതിലെ ക്യാരക്ടേഴ്സ് ആണ് ഹാംലെറ്റ്, ക്ലോഡിയസ്, ജെട്രൂഡ്, ദ ഗോസ്റ്റ്, കിങ് ഹാംലെറ്റ്, പൊളോണിയസ്, ലാറ്റസ്, ഒഫീലിയ, ഒറേഷ്യോ, റോസൻക്രാൻസ് ആൻഡ് ഗിൽട്ടൺസ്റ്റേൺ, ഫോർട്ടിൻബ്രാസ്. Then ഇനി Sonnet 18. Sonnet 18 is the one of the best known of the 154 sonnets written by the English playwright and poet William Shakespeare. ഇതിൻ്റെ ഫസ്റ്റ് ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. Shall I compare thee to a summer's day? Thou art more lovely and more temperate. Though rough winds to shake the darling buds of May, and summer's leaves hath all too short in a date. ഇതിൽ എന്താണ്, the sonnet the speaker asks whether he should compare the fair youth to a summer's day, but notes that he has qualities that surpasses summer's day, which is one of the themes of the poem. He also notes the qualities of summer's day are subject to change and will eventually diminish. The speaker then states that the fair youth will live forever in the lines of the poem, as long as it can be read. There is the irony being expressed in the sonnet. It is not the actual young man who will be eternalized, but the description of him contained in the poem, and the poem contains scant or no description of the young man, but instead contains vivid or lasting descriptions of a summer's day which the young man is supposed to outlive. Typical English or Shakespearean sonnet having 14 lines of iambic pentameter, 3 quatrains followed by a couplet. It also has the characteristic rhyme scheme AB AB CD CD EF EF G G. The poem reflects the rhetorical tradition of an Italian or Petrarchan sonnet, part of the fair youth sequence, which comprises sonnet 1 to 126 in the accepted numbering, stemming from the first edition in 1609.